കൂസായിലേക്ക് പരിപ്പ് ദാ ഇതുപോലൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ശരിക്കും അടിപൊളിയാ. അപ്പൊ എങ്ങനെയാ, കൂടെ കൂടുമല്ലേ? അപ്പൊ കഴുകി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് മസൂർ ദാലും കഷ്ണങ്ങളാക്കിയ ഒരു 3 കൂസായും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളവും ഒഴിച്ച് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് അരപ്പിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 8-10 ചെറിയുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 7-8 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്ത് പൾസ് മോഡിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ. ഈ സമയം കൊണ്ട് നമ്മുടെ കൂസായും പരിപ്പും ഒക്കെ ദാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ആ ചതച്ച് വെച്ച ഉള്ളിയും മുളകും കൂട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി മൂപ്പിച്ച് വേവിച്ച് വെച്ച് കൂസായും പരിപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ആ മിക്സിയുടെ ജാറ് കഴുകി 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കൂടെ തിളപ്പിച്ചേച്ച് മത്തി അങ്ങ് ഓഫ് ചെയ്താൽ പരിപ്പും കൂസായും കുത്തി കാച്ചിയത് റെഡി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ? അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് എസ് എന്ന് കമൻ്റ് ഇടുക. കൂടാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.